ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്നറിയോ? നമ്മുടെ വീട്ടിലെ അലമാരയ്ക്കുള്ളിലെ തുണികളെല്ലാം ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ. നമ്മൾ ഓരോരോ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ വാങ്ങിച്ച് കൂട്ടുന്ന, ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് വാങ്ങിച്ച് കൂട്ടുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അത്തരം സാധനങ്ങൾ ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമുള്ളതല്ലേ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനു മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള മറുപടിയും കൂടി ഞാനിവിടെ ആദ്യം പറയട്ടെ കേട്ടോ. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്പണിങ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ഒരുപാട് പേർക്ക് ഭയങ്കര യൂസ്ഫുള്ളായി, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്, ഈ ഗ്രില്ലിൽ ഈ വുഡിൻ്റെ ഡിസൈൻ വരുന്നുണ്ടല്ലോ, അത് വുഡാണോ എന്ന്, റിയൽ വുഡാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. ഞാനതിൽ കമൻറ്റിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് വീഡിയോ ആയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ പറയണത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗ്രില്ല് തന്നെ, ഗ്രിൽ വർക്ക് തന്നെയാണ് കേട്ടോ. അതായത് ഇരുമ്പിൻ്റെ എന്താ പറയുക, ഗ്രില്ല് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഈ വുഡിൻ്റെ ഡിസൈൻ വരുന്ന ആ സ്ഥലത്തും ഈ ഇരുമ്പിൻ്റെ ഷീറ്റ് തന്നെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വുഡിൻ്റെ പെയിൻ്റ് അടിച്ചിട്ട് ഡിസൈൻ കൊടുത്തിക്കാണ് കേട്ടോ. വുഡിൻ്റെ പോലത്തെ ഇങ്ങനെ ലൈൻ ലൈൻ ഗ്രെയിൻസ് നമ്മൾ അതിൽ ഡിസൈൻ ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു വുഡിൻ്റെ ഡിസൈനുള്ള ഒരു ഫോട്ടോ പിൻറ്ററസ്റ്റിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ചെയ്യാം, അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അടിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ഭംഗി അങ്ങനെ ചെയ്യുന്നതാണല്ലോ എന്ന് തോന്നി. അത് ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതിനേക്കാളും അഫോർഡബിൾ ആയിട്ട് ഒരാൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വുഡിൻ്റെ ഡിസൈനുള്ള വാൾപേപ്പർ ഉണ്ടാവുമല്ലോ, അത് മേടിച്ചിട്ട് എന്താ പറയുക, കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി. ഇനി അടുത്തത് നമ്മുടെ വർക്ക് ഏരിയയിലുള്ള കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തില്ലേ, അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു, പിന്നെ എന്താണ് നമ്മുടെ ഐലൻഡ് കിച്ചൻ്റെ വീഡിയോ പെട്ടെന്ന് ചെയ്യണേ, അതായത് ഐലൻഡ് കിച്ചനെ കുറിച്ചുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഉടനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വീഡിയോ പെട്ടെന്ന് ചെയ്യണേ എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇന്നലെ ഷൂട്ട് ചെയ്യണം, ഇന്ന് എഡിറ്റിംഗ് ഒക്കെ തീർത്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ എനിക്ക് എന്താ പറയുക, മോളുടെ സ്കൂളിലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു. അവിടെ കരിയർ ഗൈഡൻസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഡേ ഫുള്ള് ബിസിയായി. അപ്പോൾ പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ ഒരാൾ എന്നോട്, ഞാൻ റവ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ആ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ചെയ്യാമെന്ന് കമൻറ്റ് എഴുതി, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ ഞാൻ ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ, അതായത് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എനിക്ക്. അപ്പോൾ ഏത് ആദ്യം ചെയ്യും, ഏത് പിന്നെ ചെയ്യും, അതിൻ്റെ ഇടയിൽ ഞാൻ ഏതെങ്കിലും വിട്ടുപോകണുണ്ടോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം അങ്ങനെ എന്താ പറയുക, ഞാൻ എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വേറെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതണേ. അപ്പോൾ ഞാൻ ഓർത്തെടുത്തിട്ട് നെക്സ്റ്റ് വീഡിയോ അതാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഏരിയയുടെ വീഡിയോയിൽ നമ്മുടെ അടുക്കള ഭാഗത്തുള്ള മുറ്റം ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു കുളമുണ്ട്, നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു കുളമാണ് അവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു, പിന്നെ എന്താണ് കുളം ഉണ്ട് എന്ന് പറയണല്ലാതെ കുളം ശരിക്കും കാണിച്ചു തരുന്നില്ലല്ലോ എന്ന്. എന്താ പറയുക, അപ്പോൾ ഞാൻ ഈ കുളം കാണിച്ചു തരാത്ത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നല്ല മഴയൊക്കെ പെയ്ത് ഇപ്പോൾ കുറേ ആയാലും മഴ പെയ്തിട്ട്, അപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തൊന്ന് ഫ്രഷായി നിൽക്കുന്ന സമയത്ത് കാണിച്ചു തരുമ്പോഴാണല്ലോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് കാണിച്ചു തരുമ്പോൾ ഒന്നും കൂടി രസമുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരാതിരുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ അടുക്കളയിലത്തെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നില്ലേ കുളം, അതാണ്. ജസ്റ്റ് മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കുളമാണ് കാണുക. ഇത് ശരിക്കും നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് നല്ല ഭംഗിയിൽ കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെറസിൽ നിന്ന് എടുത്ത് കാണിച്ചു തരണം. അതായത് എൻ്റെ അടുക്കളൻ്റെ മേലെ ആ ടെറസിൽ കയറിയിട്ട് കാണിച്ചു തരണം. അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നല്ല ഭംഗിയിൽ കാണിച്ചു തരാൻ വേണ്ടി ഒരു മഴ ഒന്ന് പെയ്തോട്ടെ, അതിന് ശേഷം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ആ ഭംഗിയിൽ കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാൻ ചെയ്തിട്ടുള്ള ഏതൊക്കെയോ ഷോർട്സിലൊക്കെ ആ ഭാഗം ഉണ്ട് സത്യത്തിൽ. ആ കുളത്തിലിങ്ങനെ മഴ പെയ്യുന്നതും എല്ലാതും എൻ്റെ ഷോർട്സ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യാതെ കുറേ ഷോർട്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ.
പിന്നെ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ കണ്ടന്റിലേക്ക് വരാം. ഇന്നത്തെ സബ്ജക്റ്റ് നമ്മളെ വാർഡ്രോബിൻ്റെ ഉള്ളിൽ, അലമാരൻ്റെ ഉള്ളിൽ ഡ്രസ്സുകൾ അടുക്കി വെക്കുന്നതിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിലുള്ള വാർഡ്രോബാണ് കേട്ടോ. 4 ഡോറുകളുള്ള ഒരു അലമാരായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ കളർ തീം വരുന്നത് ഗ്രേയും വുഡും ഒക്കെ മിക്സ് ആയിട്ടുള്ളതായതുകൊണ്ട് ഈ കളറൊക്കെ ഞങ്ങൾ തന്നെ ചൂസ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മളങ്ങനെ 2 കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത്. ഇതിന്മേൽ മൈക്ക ഒട്ടിച്ചിട്ടുള്ളത്. ഇത് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ കണ്ടില്ലേ. അതായത് നമുക്കിതൊന്നും അഭിപ്രായങ്ങൾ ചോദിക്കാൻ ആരുമില്ല, റെഫർ ചെയ്യാൻ എവിടെയുമില്ല. ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്സിലും കയറി ഇറങ്ങി പരതി കണ്ടുപിടിച്ച ഓരോ സാധനങ്ങളാണ് കേട്ടോ. അതായത് ഓരോ കടയിൽ പോകുമ്പോഴും വേറെ ഐറ്റംസ് നമ്മൾ കാണുമല്ലോ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ ലോങ് ആയിട്ട് സ്ലിമ്മായിട്ട് നിൽക്കണ ഒരു ഹാൻഡിൽ വേണം. എന്നാൽ നമ്മളെ ഡ്രസ്സോ ഒന്നും ആദ്യമേ കൊളുത്തി വലിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ യൂസർ ഫ്രണ്ട്ലി ആണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലീനിങ് ഈസി ആവണം. അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും പൊടിയൊക്കെ കയറിയിരുന്ന് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹാൻഡിലൊക്കെ മേടിച്ചത് കേട്ടോ. എന്താ പറയുക, ആദ്യം പോയിട്ട് 2 വാങ്ങും, എന്നിട്ട് അത് കൊണ്ടുവന്ന് 2 ഡോറിൽ ഫിറ്റ് ചെയ്ത് നോക്കും. അത് ഓക്കെ അല്ലെങ്കിൽ അത് തിരിച്ച് കൊണ്ട് കൊടുക്കും. എന്നിട്ട് വേറെ മേടിച്ച് കൊണ്ടുവരും, എന്നിട്ട് അത് നോക്കും, എന്നിട്ട് അത് ഇഷ്ടപ്പെട്ടാൽ വേറെ 2 കൂടി വാങ്ങും. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ സാധനങ്ങളും വാങ്ങണത്. അപ്പോൾ ഈ വാർഡ്രോബിൻ്റെ അകത്ത് ആദ്യത്തെ 2 ഡോറുണ്ടല്ലോ, അത് എൻ്റെ സെക്ഷനാണ് കേട്ടോ. മീൻസ് എൻ്റെ ഡ്രസ്സ് വെക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഭാഗമാണ് അത്. പിന്നെ മറ്റേ 2 സെക്ഷന് ബാബുവിൻ്റെ സെക്ഷനാണ്. അവിടെ ബാബുവിൻ്റെ ഡ്രസ്സ് സാധനങ്ങൾ, പിന്നെ ബാബു കുറച്ച് ഈ കളക്ഷനുള്ള ആളാണ്. അതായത് ഈ ന്യൂമിസ്മാറ്റിക്സ്, അത് സ്റ്റാമ്പ്, കോയിൻസ്, അങ്ങനത്തെ ഈ പുരാവസ്തു താല്പര്യം ഉള്ള ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് അങ്ങനെ കുറേ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. കുറച്ചൊക്കെ ഈ അലമാരൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ അപ്പോൾ ഈ 2 സെക്ഷൻ ബാബുവിൻ്റെയും മറ്റേ 2 സെക്ഷൻ എൻ്റെ. ഇതിലിപ്പോൾ എൻ്റെ ഡ്രസ്സുകൾ മടക്കി വെക്കുന്ന ഭാഗത്ത് നിങ്ങൾ കാണുന്നില്ലേ, നല്ലൊരു ഗ്രേ കളർ ബോക്സ് കാണുന്നില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ്. അപ്പോൾ അതുപോലത്തെ ബോക്സുകൾ നിറയെ വാങ്ങിയിട്ട് നമ്മുടെ അലമാരയ്ക്കുള്ളിലെ അളവ് കറക്റ്റ് എടുത്തിട്ട് അതിനകത്ത് പാകാവുന്ന ബോക്സുകൾ മേടിച്ചിട്ട് അങ്ങനത്തെ ബോക്സുകൾ നിറയെ വെച്ച് ഡ്രസ്സുകളൊക്കെ ഒരുപോലെ ഒരേ കളറുള്ള ബോക്സിലൊക്കെ അടുക്കി വെക്കണം എന്നൊക്കെ കേട്ടോ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. അങ്ങനെ 1-2 ബോക്സൊക്കെ ഞങ്ങൾ വാങ്ങുകയും ചെയ്തു. പക്ഷെ അത് വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ ഡ്രസ്സുകൾ അതിനകത്ത് മടക്കി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കത് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ വീഡിയോയും ഫോട്ടോസൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും നല്ല രസമാണല്ലോ, അലമാര ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഡ്രസ്സൊന്നും കാണില്ല, കുറേ ബോക്സുകളാണ് കാണുക. അപ്പോൾ അങ്ങനെ ബോക്സിൽ അടുക്കി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറേ കാലങ്ങളായിട്ട് എൻ്റെ ഡ്രസ്സ് മടക്കി വെക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതായത് റോൾ ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും. ചില ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് ഞാൻ എടുത്ത് വെക്കട്ടോ. കാരണം മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിയിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും. അതിങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, ബാക്കി മടക്കി വെച്ചതെല്ലാം കുളമായി താഴേക്ക് വീഴും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ അടുക്കി വെച്ചത് അതുപോലെ എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും ശരിക്ക് വെച്ച് പിന്നെ ഓരോന്നെണ്ണം നമ്മൾ എടുത്ത് കറക്റ്റ് മാറ്റി അതിൽ നിന്ന് ഒരെണ്ണം എടുക്കണം, ഇടയിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ. ഇതാകുമ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. അത് മാത്രമല്ല മാക്സിമം സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു അലമാരയിൽ 2 തട്ടുകൾക്കിടയിൽ എത്ര ഗ്യാപ്പാണോ വരുന്നത് ആ ഗ്യാപ്പ് മേലെ മുട്ടുന്നത് വരെ നമുക്ക് ഡ്രസ്സ് വെക്കാൻ പറ്റും. വെറുതെ കാലിയായിട്ട് ഒരു ഭാഗം പോലും നമുക്ക് ഇടേണ്ടി വരില്ല കേട്ടോ. ഞങ്ങൾ കാലിയായിട്ട് ഭാഗം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്ര ഡ്രസ്സേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഞങ്ങൾ ഒരുപാട് ഡ്രസ്സുകൾ, ഇപ്പോൾ ഈ മിനിമലിസ്റ്റിക്കിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. ഒരുപാട് ഡ്രസ്സുകളൊന്നും വാങ്ങാറേ ഇല്ല കേട്ടോ. അതായത് പെരുന്നാളൊക്കെ വരുമല്ലോ, കൊല്ലത്തിൽ 2 പെരുന്നാളിനാണ് ഡ്രസ്സ് വാങ്ങുക. ചിലപ്പോൾ ഒരു പെരുന്നാളിന് വാങ്ങി മറ്റേ പെരുന്നാളിന് മേടിക്കില്ല, അല്ലെങ്കിൽ 2 പെരുന്നാളിന് മേടിക്കും. അങ്ങനെ പെരുന്നാളിന് മാത്രം ഡ്രസ്സ് വാങ്ങുന്ന ആളുകളാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ എന്തെങ്കിലും ആവശ്യം വരണം, അതായത് ഒരു ഡ്രസ്സ് കീറി നമുക്ക് വേറെ ഡ്രസ്സ് വേണം, അങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിക്കലുള്ളൂ കേട്ടോ. അതല്ലാതെ അവിടെ ഓഫുണ്ട് ഇവിടെ ഓഫുണ്ട് ഓഫറുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുറേ ഡ്രസ്സ് മേടിച്ച് കൂട്ടുന്ന ഒരു സ്വഭാവമേ ഞങ്ങൾക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വീട്ടിലും പോയി കഴിഞ്ഞാൽ കാണാം, അവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങിയിട്ട്
അലമാരക്കുള്ളിൽ കൊള്ളണതൊന്നും ആവില്ല, അതിനേക്കാളും ഉണ്ടാവും. ഇതിൻ്റെ ജോഡിയൊന്നും എവിടെയാണെന്ന് തന്നെ അവർക്ക് അറിയണുണ്ടാവില്ല. കുറേ ബെഡിൽ, കുറേ നിലത്തി, കുറേ ടേബിളിൻ്റെ മേലെ, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഡ്രസ്സുകൾ കൂട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാണ് ഇത്ര കുറേ ഡ്രസ്സുകൾ എന്ന് നമ്മൾ തന്നെ വിചാരിക്കും. നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ അത്, ഓഫർ ഉണ്ടെന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് മേടിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഓഫർ ഉള്ള സ്ഥലത്ത്, അപ്പോൾ നമ്മൾ ഓഫറുള്ള സ്ഥലമാണ് കേട്ടോ ചൂസ് ചെയ്യുക. ആവശ്യം അങ്ങനെ വാങ്ങേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ചെരുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ചെരുപ്പ് കളക്ഷനൊന്നുമില്ല. വീടിനകത്തിടാനൊരു ചെരുപ്പ്, മുറ്റത്തിടാനൊരു ചെരുപ്പ്, പുറത്ത് പോകുമ്പോൾ ഇടാൻ വേറൊരു ചെരുപ്പ്. ആ ഒരു ചെരുപ്പ് എന്നാണോ പുറത്ത് പോകുമ്പോൾ ഇടുന്നത്, ഞാൻ ചിലപ്പോൾ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ഉപയോഗിച്ച് കേട് വരുമ്പോൾ അത് പൊട്ടി ആകെ വൃത്തികേടായി കേട് വന്ന് ഇനി റിപ്പയർ ചെയ്യാൻ പറ്റൂല എന്നാകുമ്പോഴാണ് നമ്മൾ അടുത്ത ചെരുപ്പ് വാങ്ങുള്ളൂ. അങ്ങനെ. അപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടില്ലേ, ഈ ബോക്സാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത്. ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ എന്താ പറയുക ഡ്രസ്സ് ഇങ്ങനെ മടക്കി വെച്ചത് കേട്ടോ. ഞാൻ അതിൻ്റെ അകത്തും റോൾ ചെയ്തിട്ട് തന്നെ വെച്ച് നോക്കി, കുത്തനെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച് നോക്കി. പക്ഷെ സംഭവം എന്താ വെച്ചാൽ, ഈ പെട്ടെന്ന് ഡ്രസ്സ് എടുക്കുമല്ലോ, അതായത് നമ്മൾ കുളിച്ച് വന്നോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ റെഡി ആവാൻ വേണ്ടി വേഗം ഡ്രസ്സ് തരുമ്പോൾ, ആ ഡ്രസ്സ് എടുക്കുമ്പോൾ ഈ ഒരു ബോക്സ് എടുത്ത്, ചിലപ്പോൾ അതിൻ്റെ മേലെ വേറൊരു ബോക്സ് ഉണ്ടാവും, ആ ബോക്സ് എടുത്ത് ആദ്യം താഴെ വെക്കണം, എന്നിട്ട് ഈ ബോക്സ് എടുത്ത് ബെഡിൽ വെക്കണം, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് എടുത്ത് എന്താ പറയുക പിന്നെ ഈ ബോക്സ് അടച്ച് അലമാരയിൽ വെച്ച് അതിൻ്റെ മേലെ വേറൊരു ബോക്സ് വെച്ച് കുറേ സമയം നമുക്ക് അങ്ങനെ വേസ്റ്റായി പോകും. ഒരു പണിയും ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാം, ഭയങ്കര രസമാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ. പക്ഷെ ആദ്യത്തെ 1-2 ദിവസമൊക്കെ നല്ല രസമായിരിക്കും തോന്നണം. പിന്നെ അത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ചിലപ്പോൾ അത്യാവശ്യ സമയത്ത് നമ്മൾ ഡ്രസ്സൊക്കെ തരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ പിന്നെ നമ്മൾ ആ ബോക്സൊക്കെ അവിടെ ഇട്ടിട്ട് പോകും, അലമാരയ്ക്ക് തിരിച്ചു വെക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓർഗനൈസ്ഡ് ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഓർഗനൈസ്ഡ് അല്ലാതെ ആക്കുകയാണ് ചെയ്യുന്നത്, കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോക്സുകൾ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് വാങ്ങുമ്പോഴും നമുക്ക് അത്ര അത്യാവശ്യമുണ്ട് ആ ഒരു സംഭവം ഞാൻ വാങ്ങി എൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് യൂസ്ഫുൾ ആണ്, അതുകൊണ്ട് എൻ്റെ എന്തോ ഒരു ജോലി എളുപ്പമാവും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അല്ലാതെ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു നല്ല രസമുള്ളൊരു പാത്രം, അങ്ങനെയൊക്കെ അല്ലേ നല്ല കളർഫുൾ പാത്രങ്ങൾ, കുക്കറൊക്കെ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി കുക്കറൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ മേടിക്കും. കാരണം നമ്മൾ പിക്ചർ കണ്ട് നമുക്കതിൻ്റെ ഇഷ്ടപ്പെടും. പക്ഷെ എന്തിനാണ് അത് വാങ്ങണത്? നമുക്ക് ഒരു കറി വെക്കാനോ ഇതിനുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഞങ്ങൾ എന്ത് വാങ്ങുമ്പോഴും ആവശ്യമുണ്ടോ എന്നൊരു 100 വട്ടം ആലോചിച്ചിട്ട് വാങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ഈ സെൻറ്ററിലാണ് ഞാൻ ഡ്രസ്സ് മടക്കി വെക്കുന്നത്. ഇപ്പോൾ ഈ ടോപ്പിൽ കാണുന്ന സെക്ഷൻ ഫുള്ള് ബെഡ്ഷീറ്റുകളും അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്, പില്ലോ കവറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴെയാണ് ഞാൻ ഈ ബോക്സ്, ഇപ്പോൾ ഇത് അന്ന് ആദ്യം വാങ്ങിയെന്ന് പറഞ്ഞില്ല, ആ ബോക്സാണത്. ആ ബോക്സിനകത്ത് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇന്നർവേഴ്സും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ സോക്സ് അങ്ങനെയൊക്കെ, അതൊക്കെ ഞാൻ അടുക്കി റെഡിയാക്കിയിട്ട് ഈ ഒരു ബോക്സിനകത്തിട്ട് വെക്കും. പിന്നെ അതിൻ്റെ താഴെ ബെഡ്ഷീറ്റാണ് കേട്ടോ. 1-2 നമ്മൾ ഹാൻഡ് ബാഗ് കാര്യങ്ങൾ, ചില ഹാൻഡ് ബാഗിനകത്തും ഓൾറെഡി ബെഡ്ഷീറ്റോട് കൂടെ വാങ്ങിയ ബാഗൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അത് അവിടെ വെക്കും. പിന്നെ ഞാൻ ഈ ഒരു സൈഡിലുള്ള സെക്ഷൻ ഫുള്ളായിട്ട് ലോങ് തട്ടുകൾ കൊടുക്കാതെ അടിയിൽ മാത്രം ചെറിയൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. അത് ബാക്കി മേലെ ഭാഗം ഫുള്ള് ഒരൊറ്റ സെക്ഷനാക്കി കൊടുത്തിക്കാണ് കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ കയ്യിൽ കുറേ അബായ അങ്ങനെ ലോങ് ഡ്രസ്സ് ഗൗൺ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ കുറേ കാലം ഗൾഫിൽ ജീവിച്ച ആളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അബായം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഈ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മടക്കി വെച്ചാൽ തന്നെ ഒരു സെക്ഷൻ അവിടെ ഫുള്ളാവും, അതിങ്ങനെ പൊന്തി നിൽക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ശരിക്കും നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ ഹാങ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ഹാങ് ചെയ്തിട്ടാൽ നമുക്ക് നല്ല സുഖമാണ്. അത് വല്ലാതെ ചുളിവൊക്കെ വന്ന് വൃത്തികേടാവുമില്ല, നമുക്ക് വെക്കാനും തിരയാനും എടുക്കാനും ഒക്കെ ഈസിയാണ്. പിന്നെ അത് ആ ഒരു ഇത് സെക്ഷനെ കൊടുത്തതിന് ശേഷം പിന്നെ സൈഡിൽ നമ്മൾ ചുമരുമ്മലൊക്കെ ഡ്രസ്സ് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഹുക്കുകളുള്ള സംഭവം നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുമല്ലോ, അതും കൂടി ഞാൻ ഈ സൈഡിൽ പിടിപ്പിച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഇതിന് ഒരുപാട് ഡ്രസ്സുകൾ പോവും. നമ്മൾ എന്താ പറയുക, കുറേ ഡ്രസ്സ് വീണ്ടും കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുമ്പോൾ എല്ലതും നമുക്ക്, അതായത് ഒരു വട്ടം തൽക്കാലം ഇട്ടിട്ട് നമ്മൾ പിന്നെ ഹാങ് ചെയ്തിടും അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് മടക്കി വെക്കാനും കഴിയില്ല, എവിടെ വെക്കാനും കഴിയില്ല. അങ്ങനത്തെ ഡ്രസ്സുകളും പിന്നെ കുറേ ഷാള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ആ ഹാങ്ങർമ്മ പോവും. പിന്നെ ഇതിൻ്റെ അടിയിലുള്ള സ്പേസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ എൻ്റെ ഷോളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതുപോലെ റോൾ ചെയ്തിട്ട്, ഈ റോൾ ചെയ്യണൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് കാണിക്കണില്ല,
വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം എങ്ങനെയാണ് ഡ്രസ്സുകളൊക്കെ റോൾ ചെയ്ത് വെക്കണമെന്ന്. ബെഡ്ഷീറ്റ്, പില്ലോ കവറൊക്കെ നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് ഇങ്ങനെ നീറ്റാക്കി വെക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഷാളുകളൊക്കെ അവിടെയും വെക്കും. അതിൻ്റെ താഴത്ത് ചെറിയൊരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് എൻ്റെ സ്റ്റിച്ചിങ് മെഷീന് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ശരിക്കും എനിക്കുള്ളൂ. അപ്പോൾ അത് ഇത്രയും സെക്ഷനിൽ നമുക്ക് ഒതുങ്ങണം. അല്ലാതെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി അതിനകത്ത് എത്ര അലമാരയാണ് നമ്മൾ ഉണ്ടാക്കുക? ഈ ഒരു അലമാര ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ചിലവ് എത്രയാണെന്നറിയോ? അപ്പോൾ നമ്മൾ മൾട്ടിവുഡ് ചൂസ് ചെയ്യാൻ തന്നെ കാരണം നമ്മുടെ വീട് പണിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നടന്നിട്ടുള്ള വീട് പണികളിലൊക്കെ ഈ പ്ലൈവുഡൊക്കെ യൂസ് ചെയ്തിട്ട്, ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ തന്നെ പ്ലൈവുഡൊക്കെ യൂസ് ചെയ്ത് എന്ത് ഭംഗിയുള്ള വീട് എന്ന് പറയുക. കംപ്ലീറ്റ് ഇൻറ്റീരിയർ ചെയ്ത എല്ലാ റൂമിലും ഇതിനേക്കാളൊക്കെ വലിയ അലമാരകളൊക്കെ ഉള്ള വീടാണ് അവൻ്റെ. പക്ഷെ എല്ലാ അലമാരകളും പിന്നെ പൊളിച്ച് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വന്നു പിന്നീട്. കാരണം ഈ ചെതൽ തിന്നിട്ട് ഇത് കംപ്ലീറ്റ് ഓട്ടയാക്കി തുളച്ച് എന്താ പറയുക, അതിങ്ങനെ ഒരു പൊടി 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 പോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുമല്ലോ, മണൽത്തരി പോലെ. അങ്ങനെ അലമാരിൻ്റെ ഉള്ളിലൊക്കെ അത് എവിടെയും ഡ്രസ്സ് മടക്കി വെക്കാൻ വയ്യ, വീടിനകത്ത് നടക്കാൻ വയ്യാത്ത അവസ്ഥ ഈ ഒരു സാധനം കാരണം. അങ്ങനെ പിന്നെ അവസാനം എന്താ പറയുക, നമ്മളൊരു വീട് വെക്കുന്ന അന്നത്തേൻ്റെ ഡബിൾ ബഡ്ജറ്റ് വരും പിന്നീട് നമ്മളിതൊക്കെ പൊളിച്ച് മാറ്റി വേറെ വെക്കാൻ. അങ്ങനെ പിന്നെ അവന് ഓരോ റൂമും ഇങ്ങനെ കാശ് കൂട്ടി കൂട്ടി വെച്ച് അവന് ഓരോ റൂമും ഇങ്ങനെ പൊളിച്ച് അലമാര അത് ഒരു റൂമിൽ ശരിയാക്കും, വേറെ മൾട്ടിവുഡ് വെച്ചിട്ട് വേറെ ഉണ്ടാക്കും. അങ്ങനെ അങ്ങനെ ഓരോ റൂമും ഇങ്ങനെ റിപ്പയർ ചെയ്ത് വരിക ചെയ്തത്. അപ്പോൾ നമ്മൾ വീട് പണി നടക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ പ്ലൈവുഡിലേക്ക് പോയില്ല. കാരണം നമുക്ക് ഈ ഇൻറ്റീരിയർ ചെയ്ത് തന്ന ആളും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ആശാരി തന്നെയാണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ ആ ആളും ഞങ്ങളോട് പറഞ്ഞു അവർ ഇതിൻ്റെ മുന്നേ ഒരു 5 വർഷം മുന്നേ ചെയ്തിട്ടുള്ള എന്താ പറയുക പ്ലൈവുഡ് കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ പൊളിച്ച് മാറ്റി രണ്ടാമത് ഇപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് മൾട്ടിവുഡിലേക്ക് വന്നത്. ഇതൊരു 7 mm തിക്നെസ് ഉള്ള മൾട്ടിവുഡാണ് കേട്ടോ. പിന്നെ ഇതിനി ബാബുവിൻ്റെ സെക്ഷനെ കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ ബാബുവിൻ്റെ പാൻസൊക്കെയാണ് അടുക്കി വെച്ചിട്ടുള്ളത്. താഴെ വരുന്നത് കുറച്ച് ബെഡ്ഷീറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആൽബം ഉണ്ടല്ലോ, അങ്ങനെ അതൊക്കെ ഇങ്ങനത്തെ ഒരു ബാഗിലാണല്ലോ അന്ന്. ഇപ്പോൾ ആൽബംസ് ഒന്നും ഇല്ല, എല്ലാവരും ചെറിയ ചെറിയ റീൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അന്ന് അങ്ങനെയല്ല, നമ്മൾ ഫോട്ടോസ് ആൽബം ആക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുമല്ലോ, അതാണ് ഈ ബാഗ്സിലുള്ളത് കേട്ടോ. പിന്നെ എന്താ പറയുക, ബാബുവിൻ്റെതും ഇത്ര ഡ്രസ്സുകളാണ് ഉള്ളത്. കുറച്ച് ഷർട്ട്സ് ഉണ്ട്, കുറച്ച് ടീഷർട്ട്സ് ഉണ്ട്. ടീഷർട്ട്സൊക്കെ ഞാൻ ആ ഷർട്ട്സിൻ്റെ താഴെ തന്നെ മടക്കി ഇങ്ങനെ അടുക്കി വെക്കും. പിന്നെ ഷർട്ട്സൊക്കെ ഹാങ് ചെയ്തിടും. അതിൻ്റെ താഴെ കുറച്ച് പാൻസും ട്രൗസേഴ്സൊക്കെ ഉള്ളതും മടക്കി വെക്കും. ഒരു ബോക്സിനകത്ത് പിന്നെ എന്താ പറയുക ബാബുവിൻ്റെ സോക്സും ബനിയനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്നർ വെയർസൊക്കെ എടുത്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ബാബുവിൻ്റെ കുറേ പേപ്പേഴ്സ്, ഫയൽസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും ആളുടെ കയ്യിൽ. ആൾ ഈ പ്രോഗ്രാമിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്, കമ്പ്യൂട്ടറുമേലായിരിക്കും അങ്ങനത്തെ വർക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ പിന്നെ ഈ കുറേ മൂപ്പര് കളക്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളും ഒക്കെയാണ് ഉണ്ടാവും കേട്ടോ ഓരോരോ സെക്ഷനിൽ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡ്രോവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ എന്താ പറയുക വേറെ കുറേ ഫർണിച്ചർ ഇനിയിപ്പോൾ കുറേ ഡ്രോവേഴ്സിന് വേണ്ടിയിട്ട് വേറെ കുറേ സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു കറക്റ്റ് സ്പേസ് നിശ്ചയിച്ച് ഒരു ഇൻറ്റീരിയർ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ വേറൊരു എക്സ്ട്രാ സ്പേസ് റൂമിൽ ഉണ്ടാവില്ല, വേറെ സാധനം വേറെ കൊണ്ടുവന്ന് വാങ്ങിയിടാൻ. അപ്പോൾ ഉള്ള സ്പേസിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും വേണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡ്രോവേഴ്സ് ഉണ്ടാക്കിയത് കേട്ടോ. അതിൽ എന്താ പറയുക മുകളിൽ വരുന്ന ഡ്രോവേഴ്സ് 3 എണ്ണവും പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ വരുന്നത് ഒരു വലിയ നല്ല ആഴത്തിലുള്ള ഒരെണ്ണമാണ് കേട്ടോ. കാരണം എന്തെങ്കിലും കുറച്ച് വലിയ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ ഇത് ഉയരം കുറച്ച് കൂടുതലുള്ളത് വേണമെന്ന് പറഞ്ഞാണ്ട്, അപ്പോൾ അതിന് സപ്പോർട്ട് വേണമെങ്കിൽ ഏറ്റവും താഴെയല്ലേ നല്ലത്. അങ്ങനെ ഞങ്ങൾ അത് ഏറ്റവും താഴെയാണ് കൊടുത്തത് കേട്ടോ. അതിൽ കുറേ ബാബുവിൻ്റെ അല്ലറ ചില്ലറ കുറേ സാധനങ്ങൾ, കൂടുതലും ഈ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ പാർട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വെക്കുക. അത് ഞങ്ങൾ 2 ബെഡ്റൂമിലും, അതായത് കിഡ്സ് ബെഡ്റൂമിലും മാസ്റ്റർ ബെഡ്റൂമിലും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഏകദേശം ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ കിഡ്സിൻ്റെ ആകുമ്പോൾ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ വരുമല്ലോ, ഹാങ്ങർ വെക്കാനുള്ള ഏരിയ അങ്ങനെയൊക്കെ, അതിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കിഡ്സ് റൂമിൻ്റെ വാർഡ്രോബ് കാണിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ പൈസയൊക്കെ കൊടുത്ത് ഓരോ സംഗതി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങുമല്ലോ.
എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെറുതെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കുത്തി നിറക്കുമ്പോൾ നമുക്കതൊക്കെ ശരിക്കും യൂസ്ഫുൾ ആണോ എന്ന് ശരിക്കും ആലോചിച്ചിട്ട് വാങ്ങാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും എൻ്റെ വാർഡ്രോബിനകത്ത് ഇത്രയും സംഭവങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നപ്പോൾ അതിനർത്ഥം നിങ്ങളെല്ലാവരും ഇതേപോലെ ഫോളോ ചെയ്യണം, ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം, അങ്ങനെയൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കും. എൻ്റെ ആവശ്യങ്ങൾ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കാണ് പേഴ്സണലി അറിയാം. അത് വേറെ ആളുകളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ടിപ്സ് എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സംഭവം മാത്രം മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അതല്ലാതെ ഒരാളുടെ അവരുടെ വാർഡ്രോബ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാവില്ല. അപ്പോൾ ഓരോ സംഗതി ചെയ്യുമ്പോഴും ഇപ്പോൾ നിങ്ങൾ കുറേ വലിയ വലിയ ബ്ലാങ്കറ്റുകളൊക്കെ മടക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മതിയാകൂല. സത്യത്തിൽ ഞാൻ അങ്ങനത്തെ ബ്ലാങ്കറ്റ്സ് ഒന്നും മടക്കി വെക്കാനുള്ളൊരു സെറ്റപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്, കാരണം അങ്ങനെ ഒരു ആവശ്യം എനിക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു വാർഡ്രോബ് ഞങ്ങൾ മേലെ മുട്ടുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അപ്പോഴത്തെ ബഡ്ജറ്റ് അനുസരിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മേലെ മുട്ടുന്ന രീതിയിൽ ഇനിയും ഒരു കംപ്ലീറ്റ് അവിടെ ഒരു ഏരിയ കൊടുക്കാനുള്ള, അത് സീലിങ്ങിൽ മുട്ടുന്ന രീതിയിൽ ഇതിനൊരു എക്സ്റ്റൻഷൻ കൊടുക്കാൻ, മേലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ എന്താ പറയുക, സ്ലൈഡിങ് ഡോർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മേലേക്ക് ഇൻഷാല്ല ഭാവിയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കുറച്ച് വലിയ ഐറ്റംസ്, പില്ലോസ്, അതേപോലെ തന്നെ വലിയ വലിയ ബ്ലാങ്കറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യവും അവരുടെ കയ്യിലുള്ള ബഡ്ജറ്റും അവരുടെ അടുത്തുള്ള സ്പേസ് എത്രയാണ്, അവർക്കുള്ള സ്ഥലം, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ സംഗതികൾ പ്ലാൻ ചെയ്ത്. ഒരിക്കലും നമ്മൾ അയ്യോ ഇങ്ങനെ വേണ്ടിയില്ലായിരുന്നു, അങ്ങനെ വേണ്ടിയില്ലായിരുന്നു പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അത്രേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട, അവരൊരുപാട് കാലം മനസ്സിൽ താലോലിച്ച് സ്വപ്നം കണ്ട് നടന്ന അവരുടെ ഒരു സ്വപ്ന വീടുണ്ടാവുമല്ലോ, അതുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും റബ്ബ് ഒരുക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരുടെ സ്വപ്നങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ സംസാരവും എൻ്റെ വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.